രാജ്യത്തെ 12 SDPI കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് തുടരുകയാണ്. കള്ളപ്പണക്കേസിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് MK ഫൈസിയിൽ നിന്നുൾപ്പെടെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് എന്നാണ് സൂചന. ഡൽഹി കൂടാതെ കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, UP, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ SDPI കേന്ദ്രങ്ങളിലായിരുന്നു റെയ്ഡ്. എല്ലാ തരത്തിലുള്ള ജിഹാദി പ്രവർത്തനങ്ങളെയും പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ് SDPIയുടെ നിലപാട് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടക്കുന്നത്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, SDPI പോപ്പുലർ ഫ്രണ്ടിനെ പോലെ തന്നെ ഭീകര പ്രവർത്തനം നടത്തുന്ന സംഘടനയാണെന്ന ED റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ഈ ഫൈസിയെ പിടികൂടിയതിൽ നിന്നും ഒട്ടേറെ നിർണായകമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിന്റെ പണം മുഴുവൻ ഒഴുകിയെത്തിയത് SDPIയുടെ പോക്കറ്റുകളിലേക്കാണ്. ഒരു ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള ഇസ്ലാമികവൽക്കരണം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയാണ് SDPI എന്നുള്ള വളരെ കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യമെമ്പാടും റെയ്ഡ് നടത്തുന്നത്. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? നിലിമ, പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വീകരിച്ചതിന് സമാനമായിട്ടുള്ള കടുത്ത നടപടികൾ SDPIക്കെതിരെയും കേന്ദ്ര സർക്കാർ, കേന്ദ്ര ഏജൻസികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് എന്നാണ് ഈ നടപടികളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിലവിൽ ഇന്ന് പുലർച്ചെ മുതലാണ് രാജ്യത്തെ 12 ഇടങ്ങളിൽ, കേരളത്തിൽ മലപ്പുറത്തും തിരുവനന്തപുരത്തും കൂടാതെ ചെന്നൈയിൽ, ബാംഗ്ലൂരുവിൽ, ലക്നൗ, ജയ്പൂർ, ഡൽഹി തുടങ്ങി രാജ്യത്തെ 12 ഇടങ്ങളിൽ SDPIയുടെ ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടത്തിയത്. ഈ പരിശോധനയിൽ എന്തെല്ലാം വിവരങ്ങൾ കണ്ടെടുത്തു എന്നത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് എന്ന വിവരങ്ങൾ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ഡിജിറ്റൽ ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടികൂടിയ SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരിശോധന, രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയത്. പ്രത്യേകിച്ച് SDPIയുടെ പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം MK ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, ഒപ്പം SDPIയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഭീകരവാദ ഫണ്ടിങ് അല്ലെങ്കിൽ ഭീകരവാദത്തിനായി പോപ്പുലർ ഫ്രണ്ടിനായി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള പണം SDPIയും വിനിയോഗിച്ചിട്ടുണ്ട്. SDPIയിലേക്ക് ആ പണം എത്തിയത്, അതിന് ഇടനിലെന്നത് MK ഫൈസിയാണ് എന്ന് അന്വേഷണ ഏജൻസി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം SDPI എന്നുള്ളത് ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദ സ്വഭാവത്തോടെ പ്രവർത്തിക്കുകയും പുറത്തേക്ക് പൊതുജനങ്ങൾക്കിടയിലേക്കൊരു സാമൂഹിക സംഘടനയുടെ മുഖം നൽകിക്കൊണ്ട്, അതിനൊരു സ്വതന്ത്രമായ മുഖം നൽകിക്കൊണ്ട് പ്രവർത്തിക്കാനും SDPIക്ക് സാധിച്ചു. അതായത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ആന്തരികമായി തീവ്ര ഇസ്ലാമിക ഭീകരവാദം, PFI എന്താണോ ചെയ്തിരുന്നത് അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് എന്താണോ ചെയ്തിരുന്നത് അതുതന്നെയാണ് SDPIയും ചെയ്തത്. ഭീകരവാദ പ്രവർത്തനങ്ങളിൽ SDPIക്കും പങ്കാളിത്തം ഉണ്ടായിരുന്നു. PFIയുടെ ഭീകരവാദ ഫണ്ടിന് അല്ലെങ്കിൽ ആ സാമ്പത്തികം SDPIയിലേക്കും എത്തി എന്നുള്ളത് വളരെ കൃത്യമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. അതിന് ഇടനില നിന്നത് MK ഫൈസിയാണ്. നേരത്തെ ഓപ്പറേഷൻ ഒക്ടോപസിലൂടെ PFI ഭീകരരെല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ പിടികൂടിയപ്പോൾ അതിൽ അറസ്റ്റ് ചെയ്യാതെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ചില ചുരുക്കം നേതാക്കളിൽ ഒന്നാണ് MK ഫൈസി. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ വളരെ കൃത്യമായി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണം MK ഫൈസിക്ക് മേൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഈ തുടർ നടപടികൾ. ഓപ്പറേഷൻ ഒക്ടോപസും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെയും കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് തൊട്ടുമുമ്പായി നടന്ന റെയ്ഡുകളിൽ അന്നിവിടെ നിന്ന് പിടികൂടിയത് PFIയുടെ മുൻനിര നേതാക്കളെയാണ്. ഇരു ചെവിയറിയാതെ, കേരള പോലീസ് അറിയാതെ ഇവിടെ നിന്ന് ഒട്ടേറെ നേതാക്കളെ ഇവിടെ നിന്നും കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. പിന്നീട് ഇപ്പോൾ തീഹാർ ജയിലിൽ കഴിയുകയാണ് ഈ നേതാക്കൾ. ഈ സ്വഭാവം PFIയുടെ നിരോധനത്തോടുകൂടി PFIയുടെ ആ ചുമതല മുഴുവൻ SDPI ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2018 മുതൽ SDPIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഫൈസി. ഈ ഫൈസിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പിന്നീട് PFIയുടെ പ്രവർത്തനങ്ങൾ SDPI വഴി ഇവിടെ ഈ രാജ്യത്ത് നടപ്പാക്കാൻ ശ്രമിച്ചത് എന്നതാണ് വളരെ കൃത്യമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ SDPIക്കെതിരെ വരും ദിനങ്ങളിൽ കടുത്ത നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിക്കും എന്നതല്ലേ മനസ്സിലാക്കേണ്ടത്?
നിലിമ, ഓപ്പറേഷൻ ഒക്ടോബസും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെയും ഭീകരവാദത്തിനെതിരെ ഈ ഭീകര സംഘടനയ്ക്കെതിരെയുള്ള നടപടികളും നിരീക്ഷണവും കേന്ദ്ര ഏജൻസികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിലുണ്ടാകുന്ന തുടർ നടപടികൾ. ഇത്തരത്തിൽ ഓപ്പറേഷൻ ഒക്ടോബസിലൂടെ പിടിയിലായിട്ടുള്ളതിൽ ഭൂരിപക്ഷവും മലയാളികളായിരുന്നു. ഒപ്പം PFI നിരോധിച്ചുകൊണ്ട് അതിന്റെ സാമ്പത്തിക ഉറവിടങ്ങൾ പരിശോധിച്ചപ്പോൾ വിദേശത്തുനിന്ന് ഭീകരവാദത്തിനായി ഭാരതത്തിലേക്ക് സാമ്പത്തികം എത്തിയതിൽ ഭൂരിപക്ഷവും മലയാളികളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു എന്നുള്ളതും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതിന്റെ വേരുകൾ തേടിക്കൊണ്ട് ആ പണം ആരെല്ലാം വിനിയോഗിച്ചു, SDPIക്ക് പുറമെ അത് ഏതെല്ലാം സംഘടനകളിലേക്ക് എത്തിയിട്ടുണ്ട്, ഏതെല്ലാം സ്ഥാപനങ്ങൾ പോപ്പുലർ ഫണ്ടിന്റെ പണം വാങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന. ഈ ഭീകരവാദത്തിനെതിരെ പോപ്പുലർ ഫണ്ടിനെ നിരോധിച്ചത് SDPI ആ പ്രവർത്തനം ഏറ്റെടുത്താലും ഇനി SDPIക്ക് ശേഷം നാളെ മറ്റേതൊരു സംഘടന ആ ഒരു പ്രവർത്തനം, ഭീകരവാദ പ്രവർത്തനം, രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെയുള്ള പ്രവർത്തനം നടത്തിയാൽ അതിനെതിരെ ശക്തമായ നിരീക്ഷണം ഇപ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ നടപടി കേന്ദ്ര ഏജൻസികൾ അതിശക്തമായി തുടർന്നു വരികയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ SDPIക്കെതിരെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ സ്വീകരിച്ചതിന് സമാനമായ കടുത്ത നടപടികൾ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് എന്ന റിപ്പോർട്ടുകളാണ്. SDPIക്കെതിരെ കടുത്ത നടപടിക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഡൽഹിയിൽ നിന്നും ജിഷ്ണു റിപ്പോർട്ട് ചെയ്തത്.